ഹലോ, നമ്മൾ ഏത് പ്രായം മുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിച്ചു തുടങ്ങണം? പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള വലിയൊരു സംശയമാണ് ഏത് പ്രായം മുതലാണ് AI പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളത്. പലരും പറയുന്നത് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് മേ ബി ഒരു പ്രൊഫഷണൽ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും റോബോട്ടിക്സിനെ കുറിച്ചൊക്കെ പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളതാണ്. എന്നാൽ കുറച്ചുകൂടെ കാഴ്ചപ്പാടുള്ള ആളുകളൊക്കെ പറയുന്നു സ്കൂൾ മേഖലയിൽ മുതൽ തന്നെ, അതായത് ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് മുതൽ സമയത്ത് തന്നെ നമ്മൾ AI കുറിച്ച് പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും ലോകത്തിലെ പല രാജ്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ചൈന അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ 6 വയസ്സ് മുതൽ കുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവരുടെ പഠനത്തിൻ്റെ ഭാഗമാക്കാൻ തീരുമാനിക്കുകയുണ്ടായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ കാണുകയുണ്ടായത്. ഇതുപോലെ തന്നെ ലോകത്തിലെ പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് സൗത്ത് കൊറിയ പോലെ, അമേരിക്കയിലെ പല സ്റ്റേറ്റുകൾ പോലെ, പ്രത്യേകിച്ച് നമ്മളെ തൊട്ടടുത്തുള്ള UAE പോലുള്ള അറബ് രാജ്യങ്ങൾ, സിംഗപ്പൂർ പോലുള്ള കുറച്ചും കൂടെ വികസിതമായിട്ടുള്ള രാജ്യങ്ങൾ, ഫിൻലാൻഡ് പോലെയുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇൻ ജനറൽ, ഇവരൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ, നമ്മളൊക്കെ സ്കൂളിൽ കുട്ടികൾ പോയി തുടങ്ങുന്ന ഒരു പ്രൈമറി ലെവലിൽ പോയി തുടങ്ങുന്ന ഒരു 4-5 വയസ്സ് മുതൽ തന്നെ ചെയ്തു തുടങ്ങുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഏർലി ലെവൽ തന്നെ AI ഇൻ്റഗ്രേഷൻ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ അത് കൊണ്ടുവരാനുള്ള ഒരു കാരണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനുള്ള ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഉത്തരം, ഇപ്പോൾ നമ്മളെ കുട്ടികളോട് നിങ്ങൾ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടിയാണ് പറയുക? നേരെ തിരിച്ച് ഒരു ചോദ്യം കൂടെ, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, നിങ്ങൾ ഏത് പ്രായം മുതൽ ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങണം എന്ന് നമ്മളെ കുട്ടികളോട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരമായിരിക്കും ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത്? സ്വാഭാവികമായിട്ടും +2 കഴിഞ്ഞ് ഇംഗ്ലീഷ് പഠിച്ചാൽ മതി എന്ന് നമ്മൾ പറയുമോ? അതോ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് തലത്തിൽ ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങിയാൽ മതി എന്ന് നമ്മൾ പറയുമോ? ഇപ്പോൾ നമുക്കറിയാം പ്രൈമറി ലെവലിൽ KG ലെവലിൽ പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ അവരുടെ സിലബസിൻ്റെ ഭാഗമായി തന്നെ വളരെ സ്ട്രക്ചേർഡായി പഠിച്ചു തുടങ്ങുന്നുണ്ട്. എന്താണ് നമ്മുടെ നാട്ടിൽ കുറേ കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇംഗ്ലീഷ് ഭാഷ പഠനത്തിന് ഇല്ലാത്തത്? അത്രമാത്രം നമുക്കറിയാം അതിൻ്റെ നെസസിറ്റി എന്താണെന്നുള്ളതും അതിൻ്റെ റെലവൻസ് എന്താണ് എന്നുള്ളതും. സാധാരണ ആളുകൾക്ക് പോലും അവരൊക്കെ മക്കളെ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ, പണ്ട് ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് കുട്ടികളെ പോകുന്നതുമായി ബന്ധപ്പെട്ട്, അവരുടെ ഫീസ് കൂടുതലാണ്, അതുമായി ബന്ധപ്പെട്ട് സിലബസ് ഭാരം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏത് സാധാരണക്കാരനും തങ്ങളുടെ മക്കളെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലാണെങ്കിൽ പോലും ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ചേർത്തുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമായി മാറിയിരിക്കുന്നു. എന്നാൽ ഇതേ കാര്യം തന്നെയാണ് പുതിയ കാലത്ത് AIയുടെ കാര്യത്തിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അഥവാ നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. AI എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് പോലെ, ഒരു ഭാഷ പോലെ ആയി മാറിയിരിക്കുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇംഗ്ലീഷ് ഉപയോഗിച്ചാൽ ഏതൊക്കെ മേഖലകളിലേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റും? നിങ്ങൾക്കൊരു നല്ല ഡോക്ടർ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് നല്ലൊരു എഞ്ചിനീയർ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് നല്ലൊരു പബ്ലിക് സ്പീക്കർ ആവണമെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു പൊളിറ്റീഷ്യൻ ആവണമെങ്കിൽ, നിങ്ങൾ ഏത് കരിയറിൻ്റെ ഏത് പെർസ്പെക്റ്റീവിലേക്ക് പോയി കഴിഞ്ഞാലും കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്ന, ലാംഗ്വേജ് കൃത്യമായി ഉപയോഗിക്കാൻ അറിയുന്ന ഒരാളായി മാറുക എന്നുള്ളത് വളരെ ബേസിക് സ്കിൽ സെറ്റായി മാറിയിരിക്കുന്നു. എന്നാൽ ഇതേ കാര്യം തന്നെയാണ് വരുന്ന വർഷങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കിടയിൽ AI മുന്നോട്ട് വെക്കുന്ന വലിയൊരു കാഴ്ചപ്പാട് എന്നുള്ളതും. കൃത്യമായിട്ട് പറഞ്ഞാൽ AI എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് പോലെ ആയി മാറിയിരിക്കുന്നു. നിങ്ങൾ ഒരു ഡോക്ടർ ആണെങ്കിൽ മെഡിക്കൽ പ്രൊഫഷനിലുള്ള AI ടൂളുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ അധ്യാപനത്തിൽ എങ്ങനെ AI ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളൊരു എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ എങ്ങനെ AIയുടെ പൊട്ടൻഷ്യൽ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. സ്വാഭാവികമായിട്ടും കുട്ടികളുടെ കേസിൽ പോലും നമ്മൾ പറയുമ്പോൾ അവരുപയോഗിക്കുന്ന പല പഠന പ്രവർത്തനങ്ങളും വളരെ പെട്ടെന്ന് ചെയ്യാനും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരുപാട് AI ടൂൾസ് കാര്യങ്ങളിലുള്ള കൃത്യമായ അവഗാഹം ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ ഒരുപാട് സമയവും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അവരുടെ സ്കിൽ സെറ്റ് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താനും പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് ആക്ച്വലി AI വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സാധാരണ ഭാഷ പഠിക്കുന്നത് പോലെ എല്ലാ ഫീൽഡിലേക്കും ആവശ്യമുള്ള ഒരു സംഗതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അമാന്തിച്ച് നിൽക്കാതെ, കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന്, ഇപ്പോൾ എഡ്യൂടെക്നീഷ്യയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കമ്പനിയിൽ 5 വയസ്സുള്ള കുട്ടികൾക്ക് വരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്.
കൃത്യമായിട്ട് ജനറേറ്റീവ് AI ടൂളുകൾ ഉപയോഗിക്കാൻ അവരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവരുടെ കുറേ കാലം നമുക്കറിയാം, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ചെറിയ മക്കൾക്കൊക്കെ മൊബൈൽ ഫോണിൽ ഗെയിംസ് കളിക്കാനും യൂട്യൂബ് വീഡിയോസ് കാണാനൊക്കെ വളരെ ഇഷ്ടമാണല്ലേ. അപ്പോൾ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് കുട്ടികൾക്ക് പകരം കൊടുക്കുമെന്ന് എല്ലാ രക്ഷിതാക്കളും സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അവിടെ നമുക്ക് കൃത്യമായി പല AI ടൂൾസും ഇവർ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ പ്രൊഡക്റ്റീവായിട്ട് കൃത്യമായിട്ട് കുട്ടികളെ നമുക്ക് ഗൈഡ് ലൈൻ ചെയ്തെടുക്കാനും കൃത്യമായിട്ട് എന്ത് കാണണം, എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് പോലെ തന്നെ AI സ്കിൽസും ഒരു 4 വയസ്സ് മുതൽ 5 വയസ്സ് മുതൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിരുന്നെങ്കിൽ മാത്രമേ ഇനി അവർ പഠിച്ച് പാസ്സായി പരീക്ഷ എഴുതി ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയം, മേ ബി ഒരു 10 വർഷമോ 12 വർഷമോ അവർ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന സമയത്തേക്ക് വേണ്ട രീതിയിൽ അവരെ നമുക്ക് പ്രാപ്തരാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സ്കിൽ സെറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുമായി ബന്ധപ്പെട്ട് എഡ്യൂ ടെക്നീഷ്യയുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെ പുതിയ ഒരുപാട് വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ ഇനിയും പങ്കുവെക്കുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൃത്യമായി ഫോളോ ചെയ്യുക. AIയുമായും റോബോട്ടിക്സുമായി ബന്ധപ്പെട്ട് ലോകത്ത് നടക്കുന്ന ചലനങ്ങളും മാറ്റങ്ങളും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കത് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതും നമ്മൾ ഈ ചാനലിലൂടെ തന്നെ പങ്കുവെക്കുന്നതായിരിക്കും.